ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു ദിവസം കണ്ടുണരുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന്റെ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെയും അതോടൊപ്പം ഇന്നത്തെ മോർണിംഗ് ഡിവോഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നേരത്തെയുള്ള വാർത്തകളോ എന്നുള്ളതായ ഒരു ഭാഗമാണ്. നേരത്തെയുള്ള വാർത്തകളോ ആപ്തവാക്യമായിട്ട് നൽകിയിരിക്കുന്നത് ലേവ്യ പുസ്തകം 19 അധ്യായം അതിന്റെ 31 വാക്യം. ലേവ്യ പുസ്തകം 19 അധ്യായം 31 വാക്യം ഇപ്രകാരം വായിക്കുന്നു: വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്, അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ അർത്ഥവത്തായ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ദൈവത്തിന്റെ ചില വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. എന്താണ് നാം ഇവിടെ വായിച്ചു കേട്ടത്? അന്നത്തെ കാലത്തെ ഇസ്രായേൽ ജനതയ്ക്കും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആത്മീയ ഇസ്രായേലായിരിക്കുന്ന നമുക്കും ദൈവം ഒരുപോലെ നൽകിയിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇത്. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത് എന്നുള്ള ഒരു വാണിംഗ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം പറഞ്ഞിരിക്കുന്നത് അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത് എന്ന് വലിയവനായ ദൈവത്തിന്റെ ഒരു വാക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്നത്തെ ലോകം നമ്മൾ നോക്കുമ്പോൾ പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെയും, നമ്മൾ യൂട്യൂബിലൂടെയും മറ്റു TV ചാനലുകളെയും പത്രങ്ങളിലൂടെയും ഒക്കെയും കാണുവാനായിട്ട് സാധിക്കുന്നത് ഭാവി എന്താണെന്ന് അറിയുവാൻ തക്കവണ്ണം ഇന്നത്തെ ഒരു ദിവസം നമുക്ക് നല്ലതാണോ അതോ നല്ലതല്ലേ എന്നറിയുവാനും നിങ്ങൾക്ക് എങ്ങനെ ജോലി ലഭിക്കുന്നു എന്നൊക്കെയും കുറിച്ച് നമ്മുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കാനും ഒക്കെയുമായിട്ട് ഇന്ന് പല കാര്യങ്ങൾ ചമച്ചുകൊണ്ട് എഴുതുന്നതായിട്ടും ഒക്കെയും പ്രവചിക്കുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നു. പലരും ചരട് ജപിച്ച് നൽകുന്നവരുണ്ട്. പലരും അത് കെട്ടി കഴുത്തിലും അതുപോലെ കയ്യിലും ഏലസുകളും അതുപോലെ മറ്റു പല കാര്യങ്ങളും ഒക്കെയും കെട്ടി നടക്കുന്നു. എന്തിനു വേണ്ടി? അവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അതുപോലെ അവർക്ക് അത് കെട്ടിയത് കൊണ്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി, ഒരുപാട് നല്ല അഭിവൃദ്ധി അവരുടെ ജീവിതം പച്ചപിടിക്കുന്നതിന് വേണ്ടി, അവരുടെ ബിസിനസ് പച്ചപിടിപ്പിക്കുന്നതിന് വേണ്ടി ഒക്കെയും അവർ ഇതൊക്കെയും നടക്കുന്നു. മന്ത്രവാദികളുടെ അടുക്കൽ പോകുന്നു, അതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇസ്രായേൽ ജനതയോട് കർത്താവ് പറയുന്നു, ദൈവം പറയുന്നു, നിങ്ങൾ അവരോട് ചോദിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അടുക്കൽ പോകുകയോ ചെയ്യാൻ പാടില്ല എന്ന്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ആവശ്യപ്പെടുകയാണ്. നമുക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. സമൂഹത്തിലും ചർച്ചക്കാരുടെയും മധ്യയൊക്കെയും നമ്മൾ വലിയവരാണ്, നമ്മൾ വളരെ വിശ്വസ്തരാണ്, നമ്മൾ വലിയ വിശ്വാസികളാണെന്ന് വിചാരിച്ചു നടക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും, മോതിരങ്ങള്, മാലകള്, ജപിച്ചു കെട്ടിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കിട്ടുന്നുണ്ടോ? നമ്മളത് എന്ത് ചെയ്യുന്നു? നമ്മളത് കൈത്തിലോ കാലിലോ എവിടെയായിക്കോട്ടെ, വീട്ടിലോ എവിടെയായിട്ടോ നമ്മളത് ചെയ്യുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ഭാവി അറിയണമെങ്കിൽ നാം ദൈവത്തിനോട് ചോദിക്കുക. നമ്മുടെ തുടർന്നുള്ളതായ വിശ്വാസ ജീവിതം എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് ദൈവമാണ് നിശ്ചയിക്കുന്നത്. അല്ലാതെ ഈ മന്ത്രവാദികളോ ആഭിചാരന്മാരോ അതുപോലെ പ്രവചനം നടത്തുന്നവരോ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പുറപ്പാട് പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം ഒരു പ്രവാചകനെ നിയമിച്ചതിന്റെ ഉദാഹരണം അവിടെ കൊടുത്തിരിക്കുന്നു. ആരാണ്? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയല്ല, പിന്നെയോ ഫറവോന് വേണ്ടി മോശയെ അവിടെ ദൈവമാക്കുകയും അതുപോലെ അഹരോനെ പ്രവാചകനാക്കി മാറ്റുകയും ചെയ്തതായിട്ട് 7 അധ്യായം 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇപ്രകാരമാണ് വായിക്കുന്നത്: യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു, നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ പ്രവാചകന്മാർ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം നേരിട്ട് അവർക്ക് വിഷൻ കാണിച്ചു കൊടുക്കും.
പല സ്വപ്നങ്ങളിലൂടെയും കാണിച്ചു കൊടുക്കും. ഈ ജനത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നതിലും അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം അവരെ ഓരോ സമയത്തും എഴുന്നേൽപ്പിക്കുന്നതായിട്ട് കാണുന്നു. ദാവീദിന്റെ തെറ്റ് അവന് ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം നഥാൻ പ്രവാചകനെ ദൈവം അവിടെ ഉപയോഗിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒട്ടേറെ തിരുവചനത്തിൽ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഇന്ന് പകലിലെ ദൈവത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് നമ്മോട് ഓരോരുത്തരുമാണ്. നമ്മൾ ഈ വക കാര്യങ്ങൾക്ക് പോകാറുണ്ടോ? നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൽ പരമേൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നമ്മളിൽ മേൽ വ്യാപരിക്കും. ദൈവം അത് നടത്തിത്തരും എന്നുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കുക. അത്തരത്തിൽ നമ്മൾ സേവിച്ചു വരുന്നത് ദൈവമാണ്, അല്ല മറ്റുള്ള ആരെയുമല്ല. നമ്മെ സൃഷ്ടിച്ചവനും നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ പരിപാലിക്കുന്നതുമായ ഒരേ ഒരു ദൈവമാണ്. ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയം വെക്കേണ്ടത്, ആ ദൈവത്തെയാണ് നാം വിശ്വസിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരു നല്ലൊരു തീരുമാനമെടുക്കാം. ഇതുവരെയും ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്? എനിക്ക് രോഗമുക്തി നേടുവാൻ അല്ലെങ്കിൽ എനിക്ക് അഭിവൃദ്ധി നേടുവാൻ ഞാൻ ഇങ്ങനെ സ്ഥലങ്ങളിൽ പോയി ഈ സാധനങ്ങൾ മേടിച്ചു കെട്ടി, അതുപോലെ കൊന്ത ജപിച്ചു കെട്ടി, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്തു. പക്ഷേ ഇതിലൊന്നും എനിക്ക് ഒരു മാറ്റം ഇതുവരെ കാണുവാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിന്റെ കർശനമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വായിച്ചു കേട്ടു. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെ അടുക്കൽ പോകരുത് എന്ന് കർശനമായ ഒരു ദൈവത്തിന്റെ കമാൻഡ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുമരുത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഇത് നമ്മൾ മനസ്സിൽ വെക്കുക. ഇന്നത്തെ പകൽക്കാലം ദൈവത്തിന്റെ നടത്തിപ്പ്, സമാധാനം നമ്മോട് കൂടെ ഉണ്ടാകാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. നല്ലൊരു പുലരി കാണുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഓരോരുത്തരും സഹായിച്ചു. അതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അടിയനെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും താഴ്ത്തി സമർപ്പിക്കുന്നു. വ്യക്തിപരമായി, കുടുംബപരമായി, സഭാപരമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരിലും കർത്താവിന്റെ അനുഗ്രഹത്തെ അവിടെ നിറച്ചുകൊള്ളാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങൾ കർത്താവ് ഈ വഴിക്കൊന്നും പോകാതെ അങ്ങിൽ ആശ്രയിച്ച് ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടി ക്രമീകരിക്കുവാനും വിശ്വാസാൽ കർത്താവെ മുന്നിട്ട് ജീവിക്കാനും അടിയങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നതായ പാസ്റ്റർ എം ഡി ജോർജിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ മകനെ ഇത്രത്തോളം കാത്തു പരിപാലിച്ചു. മകന്റെ യാത്രയിൽ, ജീവിതങ്ങളിൽ, വേലയിൽ ഒക്കെയും കർത്താവിന്റെ കൃപ കാത്തു സൂക്ഷിച്ചു. തുടർന്നുള്ള നാളുകളിൽ അങ്ങോട്ട് ദൂതമാൽ കാവൽ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി തീരുവാനായിട്ട് സഹായിക്കുമാറാണമേ. പ്രിയ പാസ്റ്ററിന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ പേര് നൽകാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഓരോ ദൈവമക്കളെയും ഞങ്ങളുടെ കാര്യങ്ങളിൽ ലഭിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും കർത്താവ് ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് നിറയ്ക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അടിയനെയും കേൾവിക്കാരെയും എല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം. സർവ്വം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം അരുളണമേ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ഗോഡ് ബി വിത്ത് യു. ആമേൻ.